ടീമേ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ ദിവസം ഇത്തരം ഒരു പരിപാടിയിൽ നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒരാളാകാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. മണിച്ചേട്ടൻ്റെ ചെറിയൊരു ഓർമ്മ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് ഓർമ്മകളില്ലെങ്കിലും ഒരു 5-6 പടത്തിൽ മണിച്ചേട്ടൻ്റെ ഇടികൊണ്ട ആളാണ് ഞാൻ. ഗുണ്ടയായിരുന്നു മണിച്ചേട്ടൻ, ഹീറോ ആയിരുന്നു. ശരിക്കും ആദ്യമായിട്ട് മണിച്ചേട്ടനെ എൻ്റെ ലൈഫിൽ കാണുന്നത് ടി വിയിലാണ് കാണുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ കുഞ്ഞാണ് ആ സമയത്ത്. ഞങ്ങൾ വീട്ടിൽ 4 മക്കളാണ്. മണിച്ചേട്ടനെ പോലെ ഇത്തിരി ദാരിദ്ര്യം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദാരിദ്ര്യം ഉണ്ടായിട്ടാണ് ഇത്തിരി ദാരിദ്ര്യം പറയുന്നത്. ആ സമയത്ത് കറണ്ടില്ലാത്ത സമയമാണ്. ഞങ്ങളുടെ വീട്ടിൽ കറണ്ടില്ലായിരുന്നു. അപ്പോൾ 3-4 വീടിൻ്റെ അപ്പുറത്ത് നിന്നാണ് ഞങ്ങൾ ടി വി കാണുന്നത്. ആ ടി വി കാണുന്ന വീട്ടിലാണെങ്കിൽ ഒരുപാട് പേര് തിയേറ്ററിൽ ആൾക്കാർ വന്ന പോലെയാണ് ആ വീട്ടിൽ ടി വി കാണുന്നത്. അന്ന് ആൻറ്റീനെ വെച്ച് സിനിമ കാണുന്ന കാലം, രാമായണം മഹാഭാരതമൊക്കെ ഉള്ള ടൈം. ആ സമയത്ത് ആ വീട്ടിലെ കളർ ടി വി ആയിരുന്നു കേട്ടോ. ആ സമയത്ത് ആ വീട്ടിലെ അങ്കിള് ഗൾഫിൽ പോകുന്ന ഒരാളായിരുന്നു. ഒരു പ്രാവശ്യം ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ ഒരു VCR കൊണ്ടുവന്നു. VCRൻ്റെ കൂട്ടത്തിൽ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് മിമിക്രി കാണിക്കുന്ന കലാകാരന്മാരുടെ ഗൾഫ് കാസറ്റായിരുന്നു അത്. ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും കുഞ്ഞു ചെറുപ്പത്തിൽ നമ്മുടെ മണിച്ചേട്ടനെ കാണുന്നത് ആ ഗൾഫ് കാസറ്റിൽ ഒരു സ്കെൽറ്റായിട്ട് ജുബ്ബയുടെ ഉള്ളിലിരിക്കുന്ന മണിച്ചേട്ടനെ, ജിറാഫിൻ്റെയും മറ്റേ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കാണിക്കുന്ന മണിച്ചേട്ടനെ കണ്ട് അന്ന് ഭയങ്കര കൗതുകമായി. ആ മിമിക്രി കലാകാരന്മാരുടെ ഇടയിൽ ഭയങ്കര പെർഫോമൻസ് കാഴ്ചവെച്ചൊരു വ്യക്തിയാണ്. പിന്നീട് മണിച്ചേട്ടനെ കാണുന്നത് ഞങ്ങളുടെ പള്ളിപ്പറമ്പുകളിൽ പ്രൊജക്ടർ വെച്ച് സിനിമ കാണിക്കുന്ന കാലമുണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോകുന്ന പോലെ തന്നെ പള്ളിപ്പറമ്പിൽ പ്രൊജക്ടർ വെച്ച് സിനിമ കാണാൻ പോയപ്പോൾ സല്ലാപം എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ കൂടെ കള്ളുകത്തിയാറിനായിട്ട് കണ്ട് അന്ന് തുടങ്ങി ഭയങ്കര ഇഷ്ടമായി മണിച്ചേട്ടനെ ചെറുപ്പത്തിൽ. പിന്നീട് മണിച്ചേട്ടനെ പാട്ട് കേൾക്കാൻ തുടങ്ങി ഞാൻ ഓഡിയോ കാസറ്റിൻ്റെ ഭയങ്കര ഫാൻ ആയിരുന്നു ആ സമയത്ത്. മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കണതിന് മുമ്പ് തന്നെ ഒരുപാട് പഴയ കാലത്തെ കാസറ്റുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ ഫാദർ ഒരു പാട്ടുകാരനായിരുന്നു. ആ ഇടയ്ക്ക് എ ആർ റഹ്മാൻ്റെ റോജ എന്ന സിനിമ ഇറങ്ങിയ കാലമാണ്. ആ എ ആർ റഹ്മാൻ സാറിനോട് കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓഡിയോ കാസറ്റ് ചിലവായൊരു കാലമുണ്ട്. ആ സമയത്ത് ലക്ഷങ്ങൾ വാരിയ ഒരു കാലം. മണിച്ചേട്ടൻ എ ആർ റഹ്മാൻ സാറിനോട് കിടപിടിക്കുന്ന കാലമായിരുന്നു. മണിച്ചേട്ടൻ്റെ എല്ലാ കാസറ്റുകളും ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ കാസറ്റും പാട്ട് കേട്ടിട്ടുണ്ട്, മിമിക്രി എല്ലാം കേട്ടിട്ടുണ്ട്. പിന്നീട് മണിച്ചേട്ടനെ കാണുന്നത് സിനിമയിലാണ് ടീമേ. പല പല സിനിമകളിലും മണിച്ചേട്ടനെ മാറി മാറി പിന്നീട് കണ്ട് മണിച്ചേട്ടൻ അഭിനയിക്കാത്ത സിനിമകൾ എല്ലാ ഭാഷയിലും അഭിനയിച്ച് ചെയ്യാത്ത ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നുമില്ല ടീമേ. എനിക്കൊരു കാര്യത്തിൽ മാത്രം ദുഃഖം ഉണ്ടായിട്ടുള്ളൂ ഇപ്പോഴും. പിന്നീട് മണിച്ചേട്ടൻ ഞാൻ ടൈൽസിൻ്റെ വർക്കിനൊക്കെ പോകാൻ നേരത്ത്, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാൻ നേരത്ത് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഷൂട്ടിംഗ് നടക്കാം. മണിച്ചേട്ടൻ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ സീറ്റ് കിട്ടാത്തപ്പോൾ ഡോറിൻ്റെ അവിടെ നിന്ന് മണിച്ചേട്ടനെ കൈ കാണിക്കുന്ന സംഭവം